നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുപ്പിറവിക്ക് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഈ സമയത്ത് ക്രിസ്മസ് ആരാധനയുടെ 3-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ അവതരിച്ച ഈശോ സമാധാനത്തിൻ്റെ രാജാവാണ്. നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഈ സമാധാനം കടന്നു വരട്ടെ എന്ന് തീഷ്ണതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ യേശുവിന്റെ ജനനത്തിന്റെ അവസരത്തിൽ സ്വർഗീയ സൈന്യം ഇങ്ങനെ പാടുകയുണ്ടായി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം നൽകാനായി മനുഷ്യനായി ജനിച്ചവനാണ് ഈശോ. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ ഈ ശിശുവിനെ കുറിച്ച് സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 6-ാമത്തെ വചനം: എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. സമാധാനത്തിന്റെ രാജാവായ ഈശോ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ അത് ലോകത്തിന്റെ സമാധാനമായി മാറി. ഇന്ന് ആ സമാധാനം നാം ഓരോരുത്തരും അനുഭവിക്കണം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ പരിശുദ്ധനായ ശിമയോൻ യേശുവിനെ കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ശിമയോന് സമാധാനത്തിന്റെ അനുഭവം ഉണ്ടാകാൻ കാരണം ഈശോയെ കണ്ടതാണ്. ഈശോയെ കാണുന്നവർക്ക് സമാധാനത്തിന്റെ അനുഭവം ഉണ്ടാകും. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിലായിരുന്ന് അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ കാണാനും അവിടുത്തെ സമാധാനം അനുഭവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമുക്ക് ആരാധിക്കാം.
രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കടലയിലും കാൽവരിയിലും, കാലിത്തൊഴുത്തിലും കാനായിലും കടലയിലും കാൽവരിയിലും, കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. ഈശോ സമാധാനം നൽകുന്ന ദൈവമാണ്. ശിഷ്യന്മാരുടെ ജീവിതം പലപ്പോഴും പ്രക്ഷുബ്ധമായിരുന്നു. അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. എന്നാൽ ഈശോയുടെ സാന്നിധ്യം അവർക്ക് സമാധാനം പകർന്നു നൽകി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇവിടെ യേശു ഒരു വലിയ സത്യം വ്യക്തമാക്കുന്നു. ലോകം നൽകുന്ന സമാധാനം പോലെയല്ല യേശു നൽകുന്ന സമാധാനം. ലോകം നൽകുന്ന സമാധാനം താത്കാലികമാണ്. ലോകം നൽകുന്ന സമാധാനം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും അഭാവത്തിലുണ്ടാകുന്ന ഒരു ശാന്തതയാണ്. യുദ്ധങ്ങളും കലഹങ്ങളും ഒഴിവാകുമ്പോൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥ. എന്നാൽ ഈശോ നൽകുന്ന സമാധാനം ഇങ്ങനെയല്ല. ഈശോ നൽകുന്ന സമാധാനം ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനമാണ്. അത് ഒരു ആന്തരിക ശക്തിയാണ്. ഈ ആന്തരിക ശക്തി കൊണ്ട്
പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും. ലോകം നൽകുന്ന സമാധാനം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അഭാവത്തിലുണ്ടാകുന്ന ശാന്തതയാണെങ്കിൽ, ഈശോ നൽകുന്ന സമാധാനം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സാധിക്കുന്ന ആന്തരിക ശക്തിയാണ്. ബുദ്ധിമുട്ടുകളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം, അസ്വസ്ഥതകളുണ്ടാകാം, ചുറ്റിലും എതിർപ്പുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. എന്നാൽ ഉള്ളിലുള്ള ആന്തരിക ശക്തി കൊണ്ട് അവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. ഇതാണ് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. യേശു നൽകുന്ന സമാധാനം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന, നിങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിഗമിക്കുവാനുള്ള, തരണം ചെയ്യുവാനുള്ള ഒരു ശക്തിയാണ് എൻ്റെ സമാധാനം. ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് ആ വലിയ സമാധാനം നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. ഈ ലോകത്തിൻ്റെ സമാധാനമല്ല, യേശുവിൻ്റെ സമാധാനമാണ് നമുക്ക് വേണ്ടത്. പലപ്പോഴും ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നു, അസ്വസ്ഥരായിരുന്നു, പരിഭ്രാന്തരായിരുന്നു. അവരുടെ അടുത്തെല്ലാം ഈശോ ചെന്നിട്ട് അവരോട് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനം എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരെ നാം കാണുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ ചെന്ന് അവർക്ക് ധൈര്യം നൽകിക്കൊണ്ട് സമാധാനം ആശംസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. തങ്ങളെയും ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോകുമെന്ന് ഭയപ്പെട്ട് അവർ കതകടച്ച് ഒരു വിധത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കർത്താവ് അകത്തേക്ക് വന്ന് സമാധാനം ആശംസിച്ചത്. വീണ്ടും അതേ അധ്യായം 21-ാമത്തെ വചനത്തിലും 26-ാമത്തെ വചനത്തിലും വീണ്ടും വീണ്ടും ഈ ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ അസ്വസ്ഥതകളുടെയും ബലഹീനതകളുടെയും ഭയത്തിന്റെയും ഒക്കെ മുറികളിൽ കതകടച്ച് കഴിച്ചുകൂട്ടുന്നവരായിരിക്കാം. നമ്മുടെ ഈ ഇരുണ്ട മുറിയിലേക്ക് കയറി വരുവാൻ ഈശോയ്ക്ക് സാധിക്കും. നമ്മുടെ അസ്വസ്ഥതകളെയും പ്രയാസങ്ങളെയും മാറ്റി നമുക്ക് സമാധാനം ആശംസിക്കാൻ യേശുവിന് സാധിക്കും. ഹെബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നത് പോലെ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അന്ന് ശിഷ്യന്മാർക്ക് ശക്തി കൊടുത്ത, ധൈര്യം കൊടുത്ത യേശുവിനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നാം കാണുന്നത്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമുക്ക് സമാധാനം ആശംസിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് ശാന്തമായി മന്ത്രിക്കുന്ന യേശുവിന്റെ സ്വരം നമുക്ക് കേൾക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അസമാധാനം ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമാധാനം ഒഴുകിയിറങ്ങട്ടെ. സമാധാനത്തിന് വിരുദ്ധമായി നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ അവസ്ഥകളെയും പ്രതിസന്ധികളെയും അവിടുന്ന് നീക്കിക്കളയട്ടെ. സമാധാനം ഈശോ ആശംസിക്കുന്നു.
ഇതാ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നു. ആ സമാധാനം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഈ വലിയ സമാധാനം ഒഴുകിയിറങ്ങട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. യേശു നമ്മുടെ സമാധാനമാണ്. യേശുവിൻ്റെ സാന്നിധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ ഉറവിടം. എപ്പോഴൊക്കെ നാം യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമോ അപ്പോഴൊക്കെ സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയും. കാരണം യേശുവിൻ്റെ സാന്നിധ്യം സമാധാനത്തിൻ്റെ ഉറവിടമാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: അവൻ നമ്മുടെ സമാധാനമാണ്. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. രണ്ടു രീതിയിലാണ് യേശു ഈ ഭൂമിയിൽ സമാധാനം നടപ്പിലാക്കുന്നത്. ഒന്നാമതായി, മനുഷ്യർക്കിടയിലുള്ള ശത്രുത അവൻ മാറ്റിക്കളയുന്നു. മനുഷ്യരിൽ നിന്നും വേർതിരിക്കുന്ന ശത്രുതയുടെ മതിലുകൾ അവൻ തകർത്ത് കളയുന്നു. രണ്ടാമതായി, മനുഷ്യരെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യർക്കിടയിലും മനുഷ്യരും ദൈവവും തമ്മിലും യേശു സമാധാനം സ്ഥാപിക്കുന്നു. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്.
ഈ യേശുവിന്റെ സമാധാനം നമ്മുടെ കുടുംബങ്ങൾക്ക് അത്യാവശ്യമാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ചയുടെ ദേഷ്യത്തിന്റെ മതിലുകൾ തകർക്കപ്പെടണം. കുടുംബാംഗങ്ങളെ തമ്മിൽ അകറ്റുന്ന മതിലുകൾ തകർക്കപ്പെടണം. മറ്റുള്ളവരിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാകണം. കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും സമാധാനം പുലരണം. അങ്ങനെ ഓരോ കുടുംബവും ഐക്യത്തിലും സ്നേഹത്തിലും വളരാൻ ഈശോ സഹായിക്കും. ദൈവവുമായി നമ്മൾ അനുരഞ്ജനപ്പെടണം. അതിനും ഈശോ തന്നെയാണ് നമ്മെ സഹായിക്കുക. ഈ ചിന്തകളെല്ലാം കാത്തുസൂക്ഷിച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശോയാകുന്ന സമാധാനം നമ്മുടെ കുടുംബങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും വരാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ശേഷം സമാധാനത്തിന്റെ രാജാവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ഈ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാനായി മനുഷ്യനായി അവതരിച്ച യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ചിലപ്പോഴൊക്കെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങൾ ഭയപ്പെടാറുണ്ട്, അസ്വസ്ഥരാകാറുണ്ട്. സമാധാനത്തിന്റെ ഉറവിടം അങ്ങയുടെ സാന്നിധ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ രാജാവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നസ്രത്തിലെ തിരുകുടുംബത്തിൽ ജീവിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മാതൃകയായ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അകൽച്ചകൾ ഇല്ലാതാക്കി, അതിർവരമ്പുകൾ ഇല്ലാതാക്കി, മതിലുകൾ ഇല്ലാതാക്കി കുടുംബാംഗങ്ങളെല്ലാവരും സമാധാനത്തിൽ വർദ്ധിക്കുമാറ് എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ സമാധാനം ഒഴുക്കണമേ. നസ്രത്തിലെ കുടുംബത്തെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ രാജാവായ ഈശോ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ രക്ഷയുടെ കൂദാശയാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. മനുഷ്യർക്ക് രക്ഷ നൽകാനായി ആ രക്ഷയുടെ വക്താക്കളായി ജീവിക്കാനായി സഭാമക്കളെ അങ്ങ് വിളിച്ചിരിക്കുന്നു. ഈ സഭയിൽ നിന്നും ശാന്തിയും സമാധാനവും പുലരട്ടെ. അസ്വസ്ഥതകളെയും ഭിന്നതകളെയും അകറ്റിക്കളഞ്ഞ് ഞങ്ങളുടെ സഭയെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ രാജാവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സമൂഹത്തെയും രാഷ്ട്രത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നും അനേകർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്നും അനേകർ അസ്വസ്ഥരാണ്. പല വേദനകളും പ്രതിസന്ധികളെയും എല്ലാവരെയും അകറ്റുന്നുണ്ട്. ഒരു വശത്ത് വലിയ പുരോഗതി പ്രാപിക്കുമ്പോഴും മറുവശത്ത് സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകരെ കാണാൻ സാധിക്കുന്നു. അങ്ങ് മാത്രമാണ് യഥാർത്ഥ സമാധാനം നൽകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭൂമിയിലെ രാജാക്കന്മാർക്ക് സമാധാനം നൽകാൻ സാധിക്കാത്ത സമയത്ത് അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ച് ലോകം നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനം നൽകി അനുഗ്രഹിച്ചല്ലോ. ഇന്ന് ഞങ്ങൾക്ക് ആ സമാധാനം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ രാജാവായ യേശുവേ,
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ചുറ്റുമുള്ള പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ആവശ്യമായ ആന്തരിക ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ജോലിസ്ഥലത്ത്, സമൂഹത്തിൽ, ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ അസ്വസ്ഥതകളെയും പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള ശക്തമായ സമാധാനം, ആന്തരിക സമാധാനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ രാജാവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ആമേൻ.